നിയമസഭാ തെരഞ്ഞെടുപ്പ് പട്ടാമ്പിയിൽ മുഹമ്മദ് മൂസിന് മൂന്നാം ഊഴമോ? വിജയസാധ്യത കണക്കിലെടുത്ത് 2 ടൈം MLA-മാരായവരിൽ ചിലരെ ഒരിക്കൽ കൂടി മത്സരിപ്പിക്കാൻ CPI ആലോചന എന്ന ചാനൽ വാർത്തകൾക്ക് പിന്നാലെ ഇടത് സൈബർ ഇടങ്ങളിൽ മുഹസിന് വേണ്ടി മുറവിളി ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. മൂന്നാമതും തുടർഭരണം ലക്ഷ്യമിട്ട നിയമസഭാ തിരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന ഇടതുമുന്നണിക്ക് വേണ്ടി പട്ടാമ്പിയിൽ മുഹമ്മദ് മൂസിൻ വീണ്ടും മത്സര രംഗത്തുണ്ടാവുമോ? ജയസാധ്യത കണക്കിലെടുത്ത മുഹസിനെ വീണ്ടും പട്ടാമ്പിയിൽ മത്സരിപ്പിക്കാൻ CPI ആലോചന എന്ന ചാനൽ വാർത്തകൾക്ക് പിന്നാലെ ഈ വാദത്തിന് ശക്തി പകർന്ന മുഹസിന് വേണ്ടി ഇടത് സൈബർ ഇടങ്ങളിൽ മുറവിളി തുടങ്ങിക്കഴിഞ്ഞു. നിലവിൽ 10 വർഷമായി പട്ടാമ്പിയുടെ MLA-യാണ് CPI-യിലെ യുവ നേതാവായ മുഹമ്മദ് മൂസിൻ. ഓങ്ങല്ലൂർ കാരക്കാട് സ്വദേശിയായ മൂസിൻ 2015-ൽ കന്നി അംഗത്തിൽ തന്നെ പട്ടാമ്പിയിൽ വിജയിച്ചു കയറി. 3 തവണ പട്ടാമ്പിയുടെ MLA-യായ കോൺഗ്രസിലെ CP മുഹമ്മദിനെയായിരുന്നു ആദ്യ അംഗത്തിൽ പരാജയപ്പെടുത്തിയത്. പിന്നീട് 2020-ലും മൂസിൻ പട്ടാമ്പിയിൽ ഇടത് സ്ഥാനാർത്ഥിയായി. ആദ്യ തവണത്തേക്കാൾ ഭൂരിപക്ഷം ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചായിരുന്നു 2ാം അംഗത്തിൽ മൂസിൻ പട്ടാമ്പിയിൽ ചെങ്കൊടി പാറിച്ചത്. കോൺഗ്രസിലെ യുവ നേതാവ് റിയാസ് മുക്കോളിയെയാണ് അന്ന് പരാജയപ്പെടുത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പി മണ്ഡലത്തിൽ ഉൾപ്പെടെ വലിയ തിരിച്ചടി ഇടതുമുന്നണിക്ക് നേരിട്ടിരിക്കെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത് മറികടക്കാൻ മൂസിൻ മത്സരിച്ചാൽ കഴിഞ്ഞേക്കുമെന്ന കണക്കുകൂട്ടൽ ഇടത് ക്യാമ്പുകളിലുണ്ട്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 1000 കോടി രൂപയുടെ വികസനം പട്ടാമ്പി മണ്ഡലത്തിൽ നടപ്പാക്കിയെന്ന് മുഹസിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. മുമ്പൊരു കാലഘട്ടത്തിലും ഇല്ലാത്തതാണ് ഇതെന്നാണ് അവകാശവാദം. ജനങ്ങളെ അറിയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് വേറെ ഒന്നുമല്ല. പട്ടാമ്പി നിയമസഭാ മണ്ഡലത്തിൽ നാളിതുവരെ 10 വർഷം കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് എത്ര രൂപയുടെ എന്ന് ചോദിച്ചാൽ 1000 കോടിയിലധികം വരുന്ന തുകയുടെ വികസനങ്ങൾ നമ്മുടെ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. ഒരു കാലത്തും ഇതുപോലെ നടന്നിട്ടില്ല. 1000 കോടിയുടെ വികസനം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റമുണ്ടായി. 100 കോടിയുടെ വികസനം വിദ്യാഭ്യാസ മേഖലയിൽ നടന്നിട്ടുണ്ട്. 100 കോടിയുടെ വികസനം എന്ന് പറയുമ്പോൾ നമ്മുടെ വാടനാംകുറിശി സ്കൂളിൽ 5 കെട്ടിടങ്ങളാണ്. ഏതെങ്കിലും കാലത്ത് വാടനാംകുറിശി സ്കൂളിൽ 5 കെട്ടിടങ്ങൾ വരുന്ന ഒരു കാലം നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? നാട്ടുകാരനാണെന്ന പരിഗണനയും മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുമെല്ലാമാണ് മുഹസിനെ 3ാം ഊഴത്തിനിറക്കാൻ മുന്നണിയെ പ്രേരിപ്പിക്കുന്ന ഘടകം. പട്ടാമ്പിയിൽ UDF-ന് കരുത്തുറ്റ സ്ഥാനാർത്ഥി വന്നാലും മൂസിനായാൽ വിജയസാധ്യതയുണ്ടെന്ന് ഇടത് ക്യാമ്പുകൾ കണക്കുകൂട്ടുന്നുണ്ട്. സംസ്ഥാന നേതൃത്വം എടുക്കുന്ന തീരുമാനം തന്നെയാവും ഇക്കാര്യത്തിൽ നിർണായകമാവുക. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.